എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലീലാശുകൻ്റെ ശ്രീകൃഷ്ണ കർണാമൃത ശ്ലോകങ്ങളും അതിൻ്റെ തർജ്ജമയും അതിൻ്റെ സാരവും ആണ് പറയാൻ പോകുന്നത്. 43-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങാം. ഞാൻ ചൊല്ലുന്ന ഈ ശ്ലോകങ്ങൾ ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ശ്ലോകം ഇഷ്ടമുള്ളവർക്ക് എഴുതിയെടുക്കാം. അതുപോലെ അക്ഷരശ്ലോകം ചൊല്ലുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ ഇത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. കുറച്ച് നാൾ ഞാൻ ആദ്യം എഴുതിയിരുന്നു, പിന്നെ അത് എഴുത്ത് മുടങ്ങിപ്പോയി. എൻ്റെ കയ്യിന് വേദനയായിരുന്നു, എഴുതാൻ പറ്റാതെയായി. അത് കാരണം എഴുതാറില്ല. ഇപ്പോൾ വീണ്ടും അത് കുറവായപ്പോൾ ഞാനിപ്പോൾ വീണ്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് എഴുതിയെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ചൊല്ലാൻ പോകുന്ന 43-ാമത്തെ ശ്ലോകം വൃത്തത്തിലല്ല. ശ്രീലകം സാറ് അത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഉപജാതി എന്ന വൃത്തത്തിലാണ്. ശ്ലോകം ചൊല്ലാം. ആഭ്യാം വിലോചനാഭ്യാമംബുജദളലളിതലോചനം ബാലം ദ്വാഭ്യാമപി പരിരബ്ധും ദൂരേ മമഹന്ത ദൈവസാമഗ്രീ. സരോജനേത്രൻ്റെ ശരീരമെൻ്റെ കണ്ണാലെ ആലിംഗനമൊന്നു ചെയ്യാൻ തിണ്ണം മനസ്സിൽ പെരുകുന്നു തൃഷ്ണ, എന്നാലതിൻ ഭാഗ്യമതങ്ങു ദൂരെ. സരോജനേത്രൻ അല്ലെങ്കിൽ അംബുജദള ലളിത ലോചനം ഉള്ളയാൾ. അംബുജദളം താമര ഇതൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയ ശ്രീകൃഷ്ണനെ എൻ്റെ ഈ കണ്ണുകൊണ്ട് ഒന്ന് നിരന്തരമായി ഇങ്ങനെ നോക്കി കണ്ണുകൊണ്ട് ആലിംഗനം ചെയ്യുക. അങ്ങനെയാണ് സ്വാമിയാർ പറയണത്. എൻ്റെ കണ്ണുകൊണ്ട് ഈ ശ്രീകൃഷ്ണനെ എനിക്കൊന്ന് ആലിംഗനം ചെയ്യാൻ ഭാഗ്യമില്ലാതെ ആയി പോയല്ലോ എനിക്ക്. അതിന് ഭഗവാന്റെ അനുഗ്രഹം, ഭക്തിപാരവശ്യം എനിക്ക് അതിനുള്ള ശ്രീകൃഷ്ണനോട് അതിയായ ഭക്തി ഉണ്ട് എനിക്ക്. എന്നാലും അതിന് വേണ്ടുന്നതായ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, അതുമാത്രം എൻ്റെ കയ്യെത്താത്തത്ര ദൂരത്താണ്. അത് അത്രയും ദൂരത്തിലാണ്. അത് എവിടെയോ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം പോലെയാണ് സ്വാമിയാർക്ക് തോന്നണേ. അത് നടക്കും എന്ന് തോന്നണില്ല എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ അതാണ് സാറിൻ്റെ തർജ്ജമയിൽ. എന്നാൽ അതിൻ ഭാഗ്യം അതങ്ങു ദൂരെ എന്നാണ് സാറ് തർജ്ജമ ചെയ്തേക്കണേ. അതുപോലെ തന്നെയാണ് വില്ലോങ്കലം വിചാരിക്കണത്. എനിക്കെൻ്റെ കണ്ണുകൊണ്ട് ഈ കൃഷ്ണൻ്റെ ഈ മനോഹരമായ രൂപം ഒന്ന് കണ്ണുകൾ കൊണ്ട് ആലിംഗനം ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഭാഗ്യം ഞാൻ വിചാരിക്കണ പോലെ ഒന്നുമല്ല, അതങ്ങ് ദൂരെയാണ് ആ ഒരു ഭാഗ്യം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഇനി അടുത്ത ശ്ലോകം പ്രഹർഷിണി എന്ന് പറഞ്ഞ വൃത്തത്തിലാണ്. 44-ാമത്തെ ശ്ലോകം. അശ്രാന്തസ്മിതമരുണാരുണാധരോഷ്ടം ഹർഷാർദ്രദ്വിഗുണമനോജ്ഞവേണുഗീതം വിഭ്രാമ്യദ്വിപുലവിലോചനാർത്ഥമുഗ്ധം വീക്ഷിഷ്യേ തവ വദനാംബുജം കദാനു. എപ്പോഴും ചിരിയുണരും ചെമന്ന ചുണ്ടിൽ സന്തോഷസ്വരഗുണിതം സുവേണുനാദം ചാഞ്ചല്യപ്രസരയുതം വിലാസനേത്രം ഞാനെന്നാ മുഖകമലപ്രഭൂതി കാണും. ഇതിലും അത് തന്നെയാണ് ചോദിക്കണേ, ഞാനെന്നാണ് ആ മുഖകമലം, താമര, അതുപോലെ താമരപ്പൂവിൻ്റെ അതുപോലെയുള്ള മുഖം, അതെന്നാണ് എനിക്കൊന്ന് കാണാൻ പറ്റുക എന്നാണ് ഇതിലും ചോദിക്കണത്. എപ്പോഴും പുഞ്ചിരി വിടരുന്ന മുഖം, തുടുതുടുത്ത ചുണ്ടുകളോടുകൂടിയ എപ്പോഴും പുഞ്ചിരിക്കുന്ന, സന്തോഷം കൊണ്ട് ഇരട്ടി മനോഹരമായ വേണുഗാനത്തോടു കൂടിയതും
ഇളകിക്കൊണ്ടിരിക്കുന്ന പാതി അടഞ്ഞ നീണ്ട അങ്ങനെയാണല്ലോ, പാതി അടഞ്ഞ കണ്ണുകളായിരിക്കും. ആ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഉള്ള ആ ഒരു ലയിച്ചങ്ങനെ ഓടക്കുഴൽ വിളിക്കുമ്പോൾ കണ്ണുകൾ പാതി അടഞ്ഞ സുന്ദരമായ പകുതി അടഞ്ഞ കണ്ണുകളും ഒക്കെ ആയിട്ടുള്ള ഭഗവാന്റെ ആ മുഖാരവിന്ദം എന്നാണ് എനിക്ക് കാണുമാറാവുക, അല്ലെങ്കിൽ എനിക്ക് കാണുമാറാകണേ എന്നാണ് ഈ ശ്ലോകത്തിലുള്ള പ്രാർത്ഥന സ്വാമിയാരുടെ. ഉടനെ തന്നെ എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടുമാറാവണേ എന്നാണ് അതിൽ പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകം ഇന്ദ്രവജ്ര എന്ന വൃത്തത്തിലാണ്. ലീലായതാഭ്യാം രസശീതളാഭ്യാം നീലാരുണാഭ്യാം നയനാംബുജാഭ്യാം ആലോകയേദത്ഭുതവിഭ്രമാഭ്യാം കാലേ കഥാ കാരുണിക കിശോര. വാത്സല്യസമ്മിശ്രരസങ്ങളാർന്നോരാമുഗ്ധനീലാരുണലോചനങ്ങൾ ആലോലലീലാരസമാർന്ന ചേലിൽ എന്നെ കടാക്ഷിക്കുവതെപ്പോഴാമോ. എല്ലാ ശ്ലോകത്തിലും ഒരേ പ്രാർത്ഥന തന്നെയാണ്. അത് ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് മാത്രം. ദയാലുവായ ബാലകൃഷ്ണൻ നീണ്ട കാരുണ്യരസം തുളുമ്പുന്നവയും കറുത്തതും തുടുപ്പുള്ളവയും ഇളകിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നയനം എന്നുവെച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ണുകളെ വർണ്ണിക്കുക, മുഖത്തെ വർണ്ണിക്കുക. അങ്ങനെയുള്ള ആ കണ്ണുകളോട് കൂടിയ മുഖാരവിന്ദം എപ്പോഴാണ് ഞാൻ കാണുക എന്നാണ് എന്നെ ഏത് കാലത്താണ് ഭഗവാൻ എന്നെ ഒന്ന് കടാക്ഷിക്കുക എന്നാണ് സ്വാമിയാർ ചോദിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണാകടാക്ഷം തന്നിൽ പതിയുന്നതിനുള്ള ഒരു ആകാംക്ഷ കൊണ്ടങ്ങനെ മുട്ടി നിൽക്കുകയാണ് സ്വാമിയാർ. അങ്ങനെയാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം ഉള്ള പ്രാർത്ഥന. ഇന്ന് ഈ 3 ശ്ലോകത്തിൽ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.